നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലെ കെമ്പഗൌഡയിലുള്ള ഒരു ഹോട്ടലിൽ രാഹുൽ പാങ്കൂട്ടത്തിലിനെ അന്വേഷണ സംഘം കണ്ടെത്തിയെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. ഒരു ഗ്രേ കളർ കാറിൽ ഹോട്ടലിലെത്തിയ രാഹുൽ പാങ്കൂട്ടം അന്വേഷണ സംഘത്തിന്റെ നീക്കം മണത്തെറിഞ്ഞ രാഹുൽ പാങ്കൂട്ടം പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രാദേശിക കന്നഡക്കാരായ ആളുകളുടെ സഹായത്തോടെയാണ് പിന്നീട് രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഗ്രേ കളർ കാർ ഉപേക്ഷിച്ചാണ് രാഹുലിൻ്റെ പിന്നീടുള്ള യാത്ര. ബംഗളൂരുവിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പിന്നീട് രാഹുലിനെ തങ്ങൾ പിന്തുടർന്നു. എന്നാൽ പ്രാദേശിക ആളുകളുടെ സഹായത്തോടെ രാഹുൽ അവിടെ ഒളിവിൽ കഴിയുന്നു. പൂർണ്ണമായും പ്രാദേശിക ആളുകൾ തന്നെയാണ് രാഹുലിനെ അവിടെ സംരക്ഷിക്കുന്നത്. മലയാളികൾ ആരുമല്ല, കന്നഡക്കാർ തന്നെയാണ് രാഹുലിനെ അവിടെ രക്ഷിക്കുന്നത് എന്ന് കേരള പോലീസ് കരുതുന്നു. മറുവശത്ത് കർണാടകയിലുള്ള രാഹുൽ പാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കേരളത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കൾ DK ശിവകുമാറിനോട് അഭ്യർത്ഥിച്ചു. കർണാടക പോലീസിനെ ഇറക്കിവിട്ട് രാഹുലിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ നടക്കുന്നത് അതിവിചിത്രമായ കാഴ്ചകൾ. ഒരു വശത്ത് കേരള പോലീസ് രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് തന്നെ രാഹുലിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. കേരളത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്ന് K മുരളീധരൻ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു. എന്നാൽ ബ്രഹ്മാസ്ത്രം ഇപ്പോൾ തിരിച്ചുകൊള്ളുന്നത് കോൺഗ്രസിന് നേർക്ക്. സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണമാണ് ഇപ്പോൾ രാഹുൽ അനുകൂലികൾ നടത്തുന്നത്. K മുരളീധരൻ്റെ അടക്കം ഫേസ്ബുക്കിൽ കയറി അവർ പൊങ്കാലയിടുന്നു. മറുവശത്ത് ഇന്ന് രാഹുലിനെതിരെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയ രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്കിൽ പോലും കമന്റുകളുടെ തെറിയഭിഷേകമാണ്. രാഹുലിനെ തീർക്കാനിറങ്ങിയവരിൽ മുൻനിരയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ അതിശക്തമായ സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നു. മറുവശത്ത് പക്ഷേ കോൺഗ്രസിലെ ചില നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇന്ന് തന്നെ രാഹുലിനെ പുറത്താക്കണമെന്നതാണ് അവരുടെ തീരുമാനം. മറുവശത്ത് വനിതാ നേതാക്കൾ കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ച. KK രമയടക്കം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കാനുള്ള സമ്മർദ്ദം ചെലുത്തണമെന്നും അവർ പറയുന്നു. പാലക്കാട് നിന്ന് ഒരു യുവനടിയുടെ ചുവന്ന പോളോ കാറിൽ രക്ഷപ്പെട്ട രാഹുൽ പാങ്കൂട്ടം പിന്നീട് പൊള്ളാച്ചിയിലെത്തി. അവിടെ അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും അവിടെ നിന്ന് കടന്ന് കോയമ്പത്തൂരിലെ ഒരു ഫാം ഹൗസിലെത്തി. പിന്നീട് കോയമ്പത്തൂരിലെ ചില റിസോർട്ടുകളിൽ മാറി താമസിച്ചു. അന്വേഷണം ശക്തമാക്കിയപ്പോൾ നേരെ കർണാടക തമിഴ്നാട് അതിർത്തിയിലേക്ക്. അവിടെ ബാഗല്ലൂരിൽ രാഹുൽ പാങ്കൂട്ടം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ കേരള പോലീസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ പോലീസ് സംഘം എത്തിയതിന് തൊട്ടു പിന്നാലെ കർണാടകയിലെ ഉൾപ്രദേശങ്ങളിലേക്ക്, പിന്നീടാണ് ബംഗളൂരുവിലെത്തുന്നത്. അവിടെ നിന്ന് വീണ്ടും ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. രാഹുലിനെ മണിക്കൂറുകൾക്കകം പിടികൂടണമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഒരു വശത്ത് പോലീസ് അതിശക്തമായ തിരച്ചിൽ തുടരുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെ കുഴികുത്തി മൂടാനുള്ള ശ്രമങ്ങൾ തുടക്കമിട്ടു. ഇക്കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഹൊസൂരിന് സമീപമുള്ള ബാഗല്ലൂരിലെ രാഹുലിന്റെ ഒളിയിടം പോലീസ് കണ്ടെത്തിയത്. ഉടനെ കോയമ്പത്തൂരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന സംഘം നേരെ ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബംഗളൂരു പോലീസിന്റെ സഹായം ഇതിനകം പോലീസ് തേടിയിട്ടുണ്ട്. ബംഗളൂരുവിലെ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ വലിയ തോതിൽ കേരള സർക്കാരിനും കേരള പോലീസിനും സഹായം നൽകുന്നു. DK ശിവകുമാർ ഇതുവരെ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. കർണാടക പോലീസിനെ കൊണ്ട് ശക്തമായ തിരച്ചിൽ നടത്തി രാഹുലിനെ പിടിച്ച് കേരള പോലീസിന് കൊടുക്കണം എന്ന കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യത്തോട് DK എങ്ങനെ പ്രതികരിക്കും? 3 ഇടങ്ങളിൽ രാഹുൽ പാങ്കൂട്ടം സഞ്ചരിച്ചിരുന്ന കാറുകൾ പോലീസ് കണ്ടെത്തി. എന്നാൽ ഈ കാറുകൾ കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതെ കുരുങ്ങി നിൽക്കുകയാണ് പോലീസ് സംഘം. പല കേസുകളിലും CCTV അടക്കമുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ രാഹുലിന് കാർ നൽകിയ യുവനടിയെ പോലീസ് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. രാഹുൽ തൻ്റെ അടുത്ത സുഹൃത്താണെന്നും സ്വമേധയാ ഇത്തരം കേസുകൾക്ക് മുൻപ് താൻ രാഹുലിന് കാർ മറ്റുപയോഗങ്ങൾക്ക് കൊടുത്തതാണ് എന്നും യുവനടി പറയുന്നു. രാഹുലിൻ്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ഇടയ്ക്ക് ഓടി രക്ഷപ്പെട്ടു. മറ്റൊരു സഹായിയെ പിടികൂടി. പക്ഷേ ഇയാളുടെ വിവരങ്ങൾ ഇതുവരെ SIT പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് കണ്ണാടിയിലെ രാഷ്ട്രീയ പ്രചരണം നടക്കുന്നതിനിടയിലായിരുന്നു രാഹുലിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് അതിജീവിത കൈമാറുന്നത്. തൊട്ടു പിന്നാലെ അവിടെ നിന്ന് തൻ്റെ ഫ്ളാറ്റിലെത്തി ചുവന്ന പോളോ കാറിൽ രാഹുൽ രക്ഷപ്പെടുന്നു. ആ നിമിഷം മുതൽ കേരള പോലീസ് പിന്നാലെയുണ്ട്.
7ാം ദിവസം. പക്ഷേ ഇതുവരെ രാഹുലിനെ പിടികൂടാൻ പോലീസ് സംഘത്തിന് കഴിയുന്നില്ല. യുവനടിയുടെ കാർ 1 മാസത്തോളമായി പാലക്കാട് ജില്ലയിലുണ്ടായിരുന്നു. ഇതിൽ 2 ആഴ്ചയോളം രാഹുൽ താമസിക്കുന്ന പാലക്കാട് ഫ്ളാറ്റിലും. ഇത് ഏറെ ദുരൂഹത ഉണർത്തുന്ന ഒരു സംഭവമാണ്. അതിനു മുൻപ് പാലക്കാട് ചില കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ ഈ കാർ സൂക്ഷിച്ചിരുന്നു. തനിക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു പരാതി വരാമെന്നും രക്ഷപ്പെടാനായി ഒരു കാർ സംഘടിപ്പിച്ച് നിർത്തിയതാണ് എന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. രാഹുലുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം കോൺഗ്രസ് അവസാനിപ്പിച്ചുവെന്നാണ് കെ മുരളീധരൻ ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ അതിശക്തമായ സൈബർ പോര്. കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ വിളിച്ച് കെ മുരളീധരനെ അധിക്ഷേപിക്കുന്നു. മറുവശത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും കളത്തിലിറങ്ങി. സാഹചര്യം അതീവ ഗൗരവതരമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ഇന്നലെ പൊടുന്നനെ ഒരു പരാതി KPCCക്ക് ലഭിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 12:47 ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു മലയാളി യുവതിയാണ് ഇത്തരമൊരു പരാതി നൽകിയത്. എന്നാൽ പരാതിയുടെ ഉറവിടമോ പരാതിക്കാരിയെക്കുറിച്ച് മറ്ററിവുകളോ ആർക്കുമില്ല. ഈ പരാതിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ പൊട്ടിത്തെറിച്ച് കളത്തിലിറങ്ങി. 2 ദിവസം മുൻപ് ചില കോൺഗ്രസ് നേതാക്കൾ ബംഗളൂരുവിലേക്ക് യാത്ര നടത്തിയിരുന്നു. ഇതും ഈ പരാതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ഇറങ്ങി ആക്രമണം തുടങ്ങിയതോടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്റെ നിലപാടിൽ ഒരു മയം പ്രഖ്യാപിച്ചു. കോടതി എന്താണ് പറയുന്നത് എന്ന് നോക്കട്ടെ, അതിനുശേഷം KPCC പ്രസിഡന്റ് തീരുമാനം പറയുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ് കോൺഗ്രസ് രാഹുലിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. പരാതി വരും മുൻപ് തന്നെ പാർട്ടി രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. CPMൽ എത്ര MLAമാർക്കെതിരെ ഇപ്പോൾ കേസുകളുണ്ട്? തീവ്രത അളക്കുകയാണ് സാധാരണ CPM ആദ്യം ചെയ്യുന്നത്. കോൺഗ്രസിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ചെന്നിത്തല. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്തു പറയുന്നു എന്ന് നോക്കട്ടെ എന്ന നിലപാടാണിപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ കളം നിറഞ്ഞ് ഉഗ്രപ്രഖ്യാപനങ്ങൾ നടത്തിയതിന് പിന്നാലെ രമേശ് ചെന്നിത്തല പിറകോട്ടേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. രാഹുൽ കടന്നുപോയ വഴികളും രാഹുൽ ഒളിവിൽ താമസിച്ച സ്ഥലങ്ങളുമൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം ഒന്നൊന്നായി തിരിച്ചറിയുന്നു. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധുവിന് സത്യമംഗലം വനത്തിൽ ഒരു റിസോർട്ടുണ്ട്. രാഹുൽ അവിടെ എത്തി എന്ന വിവരത്തെ തുടർന്ന് കേരളത്തിൻ്റെ പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ സ്ഥലം കാലിയാക്കി രാഹുൽ. ഒളിയിടങ്ങളിൽ കേരള പോലീസ് എത്തുന്നതിന് മുൻപ് വളരെ വിദഗ്ധമായി മുങ്ങുകയാണ് പല സംഭവങ്ങളിലും രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് ഉന്നതർ സംശയിക്കുന്നത് അന്വേഷണ സംഘത്തിൽ രാഹുലിന്റെ ചാരന്മാർ ഉണ്ടോ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസ് നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ തീപിടിച്ച് വിറയ്ക്കുകയാണ്. ഇന്ന് രാവിലെ എടുത്ത നിലപാടിൽ നിന്ന് പെട്ടെന്ന് കോൺഗ്രസ് പിന്നോക്കം മാറിയതിന് പിന്നിൽ ഒരൊറ്റ കാരണം: സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആക്രമണങ്ങൾ. ഇതിനു പിന്നിൽ രാഹുലിന്റെ സൈബർ ടീമാണ് എന്ന് വിശ്വസിക്കുക വയ്യ. കാരണം കടന്നൽ കൂട്ടം പോലെയാണ് പലരും ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.